ഹോസ്റ്റലിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു അധ്യാപകരെ അറിയിച്ചതിന് പ്രതികാരമായി വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം സഹപാഠികൾ മർദ്ദിച്ച് തകർത്തു. തൊടുപുഴയിലെ ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ മൊബൈൽ ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസ് കോഴ്സിന് പഠിക്കുന്നയാളാണ് അണക്കര സ്വദേശി. സ്ഥാപന അധികൃതർ നടത്തുന്ന ഹോസ്റ്റലിലാണ് താമസം. ഹോസ്റ്റലായി സജ്ജീകരിച്ചിരിക്കുന്ന വീട്ടിലെ 3 മുറികളിലായി 11 പേരുണ്ട്. ഇതിൽ 3 പേർ സ്ഥിരമായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിക്കുന്നത് അണക്കര സ്വദേശി കണ്ടു. ഇക്കാര്യം അധ്യാപകരെ അറിയിച്ചു. അധ്യാപകന്റെ നിർദ്ദേശപ്രകാരം ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ച് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഹരി ഉപയോഗിച്ചവരെ അധ്യാപകർ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ അണക്കര സ്വദേശിക്ക് നിർദ്ദേശവും നൽകി. ലഹരി ഉപയോഗിച്ചവർക്കെതിരെ നടപടിയൊന്നും എടുത്തില്ല. അണക്കര സ്വദേശിയാണ് ദൃശ്യങ്ങൾ കൈമാറിയെന്ന് മനസ്സിലാക്കിയതോടെ സഹപാഠികൾ അസഭ്യം പറയുകയും ക്രൂരമായി മർദ്ദിച്ച് ജനനേന്ദ്രിയം തകർക്കുകയും ചെയ്തു. 3 പേരായിരുന്നു. ഒരു പെട്ടെന്ന് കയറി വന്ന് ആദ്യം ഭയങ്കര തെറിയായിരുന്നു. തെറിയാ സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ ഇങ്ങനെ വന്നിട്ട് അവൻ ആ ശിവസൂര്യ എന്ന് പറഞ്ഞ ആളെ എൻ്റെ അവിടെ നിന്ന് പിടിച്ചിങ്ങനെ അമക്കിയിട്ട് ഞാൻ വേദനയോട് എണീറ്റ് ഇവിടെ ഒറ്റയിടിയായിരുന്നു. അവിടെ നിന്ന് സ്കാനിങ് എടുത്തോണ്ട് വന്നപ്പോൾ എത്ര പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവുകയും സർജറി ചെയ്യാൻ പറഞ്ഞു. അടുത്ത് നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നു. നല്ല വേദനയുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂനിയർ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കിയ ശേഷം വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചു. ഒപ്പമുണ്ടായിരുന്ന 2 പേർക്കെതിരെ കേസ് എടുത്തിട്ടുമില്ല. എന്റെ പൊന്നട, ഇത് നമ്മുടെ കേരളം തന്നെയാണോ? നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കി. ആ പയ്യന്റെ ജനനേന്ദ്രിയത്തിന്റെ പണി കൊടുത്തിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ ഒന്നുമല്ലാതാവുന്ന ഒരു അവസ്ഥയിലല്ലേ ജനനേന്ദ്രിയത്തിൻ്റെ ഒക്കെ പണി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ അധ്യാപകൻ എന്താ ചെയ്തേ? ആ അധ്യാപകനോട് പോയിട്ട് രഹസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അധ്യാപകൻ പറയുവാണ് വീഡിയോ എടുത്തുകൊണ്ട് വരാനായിട്ട്. അത് ഏതെങ്കിലും ഒരു അധ്യാപകൻ ചെയ്യുന്ന പരിപാടിയാണോ? ആ പയ്യൻ വന്ന് രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യണ്ടേ. അല്ലാതെ ഈ വീഡിയോ എടുത്ത് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോ തെളിവായിട്ട് അവരെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല ഈ വീഡിയോ എടുത്ത് ആരാണ് എന്താണെന്ന്. അപ്പോൾ വൈരാഗ്യം കൂടത്തില്ലേ? എന്തൊരു അധ്യാപകനാണ് ഇതൊക്കെ? പിള്ളേരൊക്കെ യാതൊരു മനസ്സലിവും ഇല്ലാതെ അതുപോലെ ക്രൂരന്മാരായി മാറിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ആർക്ക്? കഴിഞ്ഞ ദിവസം 13 വയസ്സോ 14 വയസ്സുള്ള ഒരു പെങ്കൊച്ച് മുത്തശ്ശനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അത് ചെയ്യുന്നതോ 16-17 വയസ്സുള്ള പിള്ളേരും. ഇതുപോലുള്ള സംഭവങ്ങൾ തുടരെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇതിവിടെ ചർച്ചയാകാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആലോചിച്ചിട്ട് 2 കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ്, UP-യിലല്ല. 2, ഈ കുറ്റകൃത്യം ചെയ്തത് മനുഷ്യൻ തന്നെയാണ്, പട്ടിയല്ല. ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ ആക്രമിച്ച വാർത്തകൾ എല്ലാ ദിവസവും ഒരു 10-20 എണ്ണമെങ്കിലും കാണും. അത് മനുഷ്യന് സ്വാഭാവികമായിട്ട് മാറി. ഇപ്പം ഈ പിള്ളേർ തന്നെ ചെയ്യുന്ന വാർത്തകൾ എന്തുമാത്രം വന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ജോളി എന്ന് പറഞ്ഞ വ്യക്തി ഇതേ അടിച്ചു പൊളിച്ച് നടക്കുന്നു. ഇത് കണ്ടില്ലേ? ഡോക്ടർ വന്ദനാദാസിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രതിയാണ് ഈ പോകുന്നത്, സന്ദീപ്. നോക്കിക്കേ എത്ര സുന്ദരനാണെന്ന്. ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. നിയമം ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഗൾഫിലെ നിയമം പോലെ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചിന്താഗതി പോലും മനുഷ്യന്മാർക്ക് വരത്തില്ല. പോരാത്താൻ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധൈര്യത്തിനായിട്ട് ഇഷ്ടം പോലെ മയക്കുമരുന്നുകളും മറ്റുമൊക്കെ സുലഭമായിട്ട് ഇവിടെ കിട്ടുകയും ചെയ്യും. പിന്നെ വേറെ എന്നാ വേണം?